ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി. അവൾക്ക് ഒരാളെ ഇഷ്ടമാണ്. അത് അവൾക്ക് മാത്രം അറിയാം. ഫോണിൽ അവന്റെ പേര് മറ്റൊരു പേരിൽ സേവ് ചെയ്തിരിക്കുകയാണ്. വീട്ടിലാരും സംശയിക്കാതിരിക്കാൻ. അമ്മയോട് പറയണം, അച്ഛനോട് പറയണം, ഇനി ഇത് മറച്ചു വെക്കാൻ പറ്റില്ല. പക്ഷേ ആ വാക്കുകൾ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. കാരണം ഒരു വൈകുന്നേരം അമ്മ ഒരു ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. പറഞ്ഞത് ഇത്ര മാത്രം: നല്ല കുടുംബം, ചെക്കന് നല്ല ജോലി, സമ്പത്തുണ്ട്, ഒരേ മതം, ഒരേ ജാതി. നിനക്കെന്താണ് നല്ലതെന്ന് ഞങ്ങൾക്കറിയാം. അവൾ ആ ഫോട്ടോ നോക്കി, ഒന്നും പറഞ്ഞില്ല. ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവർക്കും, അമ്മയ്ക്കും അച്ഛനും ചേട്ടനും, ഉള്ളിൻ്റെ ഉള്ളിലെവിടെയോ അറിയാമായിരുന്നു ഇത് ശരിയല്ല എന്ന്. പക്ഷേ ആരുമൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്? അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ മിക്കവരും പറയും, അതൊരു ട്രഡീഷനാണ്, കേരള സംസ്കാരമാണ്, നമ്മൾ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ. ഇതെല്ലാം സത്യമാണ്. അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ആ സ്നേഹത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. സ്നേഹം യാഥാർത്ഥ്യമാണ്, പക്ഷേ സ്നേഹം ഉപയോഗിച്ചുള്ള കൺട്രോളും യാഥാർത്ഥ്യമാണ്. രണ്ടും ഒരേ സമയം സംഭവിക്കാം. അതാണ് ഈ സിറ്റുവേഷനെ ഇത്ര കോംപ്ലക്സ് ആക്കുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് സ്നേഹവും കൺട്രോളും ഓപ്പോസിറ്റ് ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. സൈക്കോളജിയിൽ ഇതിന് ഒരു പേരുണ്ട്: ഫോഗ്. ഫിയർ, ഒബ്ലിഗേഷൻ, ഗിൽറ്റ്. ഭയം, കടപ്പാട്, കുറ്റബോധം. സൂസൻ ഫോർവേഡ് എന്ന സൈക്കോളജിസ്റ്റ് ആണ് ഈ കോൺസെപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത്. അവർ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളുകൾ ചിലപ്പോൾ അറിയാതെ തന്നെ ഈ 3 ആയുധങ്ങൾ നമുക്കെതിരെ ഉപയോഗിക്കും. നമ്മളെ കൺട്രോൾ ചെയ്യാം, നമ്മൾ കംപ്ലൈ ചെയ്യാം. ഭയം. ഈ പ്രപ്പോസൽ നിരസിച്ചാൽ എന്ത് സംഭവിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും? വീട്ടുകാരെന്ത് ചെയ്യും? ഈ ഭയം ആ മുറിയിൽ ഇൻവിസിബിളായി നിറഞ്ഞിരിക്കുകയാണ്. കടപ്പാട്. നിനക്ക് വേണ്ടി ഞങ്ങൾ എത്ര സാക്രിഫൈസ് ചെയ്തു, എത്ര കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ലേ? ആ വാക്കുകൾ പറഞ്ഞിട്ടില്ല, പക്ഷേ റൂമിൽ അത് തിങ്ങി നിൽക്കുന്നുണ്ട്. കുറ്റബോധം. അവൾ നോ പറഞ്ഞാൽ അവൾ സെൽഫിഷാണ്, കുടുംബത്തെ സ്നേഹിക്കാത്തവൾ, നന്ദി കെട്ടവൾ. ആ ഗിൽറ്റ് അവളെ ഉള്ളിൽ നിന്നും തിന്നുകൊണ്ടിരിക്കുകയാണ്. ഫോഗ്. ഒരു മൂടൽ മഞ്ഞ് പോലെ. ആ മൂടൽ മഞ്ഞിൽ അവൾക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നില്ല തൻ്റെ സ്വന്തം ജീവിതം പോലും. ഇനി ഞാൻ ഏറ്റവും അൺകംഫർട്ടബിളായ ഒരു സത്യം പറയാം. ഇവിടെ ആ അമ്മ ഒരു വില്ലനല്ല. ഇത് കേൾക്കുമ്പോൾ പലർക്കും ദേഷ്യം വരും. പക്ഷേ ഇത് മനസ്സിലാകാതെ ഈ സൈക്കിൾ ഒരിക്കലും ബ്രേക്ക് ആവില്ല. ആ അമ്മ ഇതേ സിസ്റ്റത്തിന്റെ പഴയ ഒരു ഇരയാണ്. അവരുടെ കല്യാണം അവർ തിരഞ്ഞെടുത്തതല്ല, അവരുടെ ജീവിതം അവർ ഡിസൈൻ ചെയ്തതല്ല. അവർ എല്ലാം കേട്ടു, അഡ്ജസ്റ്റ് ചെയ്തു, വിട്ടുവീഴ്ചകൾ ചെയ്തു. അവസാനം ഈ സഹനമാണ് സ്നേഹമെന്ന് അവർ പഠിച്ചു. സൈക്കോളജിയിൽ ഇതിനെ എൻമെഷ്മെന്റ് എന്ന് വിളിക്കും. ഇത്തരം കുടുംബങ്ങളിൽ ഒരാൾക്ക് മാത്രമായി ഒരു വ്യക്തിത്വം ഉണ്ടാകില്ല. കുടുംബം എന്നത് ഒരൊറ്റ യൂണിറ്റാണ്. ആ യൂണിറ്റിന്റെ സമാധാനമാണ് എല്ലാവർക്കും വലുത്. അവിടെ ആരെങ്കിലും ഒരാൾ സ്വന്തമായി ചിന്തിച്ചു തുടങ്ങിയാൽ അത് വലിയൊരു ഭീഷണിയാണ്, ഒരു ചതിയാണ്. അതുകൊണ്ടാണ് അവളുടെ ആ സ്വാതന്ത്ര്യം അവരെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്. അവൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, അവൾ ആ സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ടാണ്. ഇവിടെ നമ്മളൊരു സത്യം തിരിച്ചറിയണം. സ്നേഹവും സത്യമാണ്, ഒപ്പം ആ കൺട്രോളും സത്യമാണ്. രണ്ടും ഒരേ സമയം ഒരേ ബന്ധത്തിൽ ഉണ്ടാകാം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ മുറിയിലെ എല്ലാവരും നിശബ്ദത തിരഞ്ഞെടുത്തത്. ഓരോരുത്തരും പേടിച്ചിരിക്കുകയാണ്. പക്ഷേ ആരും അത് സമ്മതിക്കില്ല. കാരണം ഇവർക്കിടയിൽ പേടി എന്നത് ബലഹീനതയാണ്, അനുസരണയാണ് കരുത്ത്. തലമുറകളായി കൈമാറി വരുന്ന ഒരു പാറ്റേൺ ആണിത്. അമ്മയുടെ അമ്മ അമ്മയോട് ചെയ്തത്, അമ്മ ഇപ്പോൾ മക്കളോട് ചെയ്യുന്നത്. ഇനി ആ മകൾ ഇത് ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ നാളെ അവൾ അവളുടെ മകളോട് ചെയ്യുന്നത്. ഇതേ പാറ്റേൺ നമ്മൾ ജീവിതത്തിന്റെ മറ്റു തലങ്ങളിലും കാണും. ഉദാഹരണത്തിന് കോളേജിൽ റാഗിംഗ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ റാഗിംഗ് അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ അവസരം വരാൻ നിങ്ങൾ കാത്തിരിക്കും. നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ മനസ്സിലാക്കി
അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളും അത് ചെയ്യും. അതേ സൈക്കോളജി തന്നെയാണ് ആ ഡൈനിങ് ടേബിളിലും സംഭവിക്കുന്നത്. ഭയവും ബാധ്യതയും കുറ്റബോധവും കൊണ്ട് നിർമ്മിച്ച ഒരു ജയിലാണത്. അതുകൊണ്ടാണ് അത് കാണാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളത്. നിങ്ങൾ ആ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാനോ ഒരു റിബലാകാനോ പറയുന്നില്ല. ഇതിന് പെട്ടെന്ന് നൽകാൻ പറ്റുന്ന എളുപ്പവഴികളൊന്നുമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊരു സ്വാർത്ഥയല്ല, നിങ്ങൾ നന്ദിയില്ലാത്തവളുമല്ല, ഒരു മോശം മകളാണെന്ന് സ്വയം കരുതുകയും വേണ്ട. നിങ്ങൾ ആ ഫോഗ് പടർന്ന ഒരു കെണിയിലാണ്. അത് തിരിച്ചറിയാൻ പറ്റി എന്നത് തന്നെ വലിയൊരു തുടക്കമാണ്. ഇനി ഇത് കാണുന്നത് ആ കുടുംബത്തിലെ മറ്റംഗങ്ങളാണെങ്കിൽ നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ സ്നേഹം അവൾക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു തണലായിട്ടാണോ അതോ ഒരു ചങ്ങലയായിട്ടാണോ? ആ ഒറ്റ ചോദ്യത്തിന് സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധമായി ഉത്തരം പറയുക. ഈ വീഡിയോയിൽ വില്ലന്മാരില്ല. ഇവിടെയുള്ളത് ഒരു സിസ്റ്റം മാത്രമാണ്. തലമുറകളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ പാറ്റേൺ. ആ പാറ്റേൺ തിരിച്ചറിയാൻ കഴിഞ്ഞ ആദ്യത്തെ തലമുറ അതാണ് നിങ്ങൾ. ആ ചങ്ങല പൊട്ടിക്കാനുള്ള ശക്തിയും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഏറ്റവും അപകടകാരിയായ കൂട്ടിൽ ഇരുമ്പ് കമ്പികൾ ഉണ്ടാവില്ല. കാണാൻ പറ്റാത്ത ആ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഏറ്റവും പ്രയാസം. ഇന്ന് നിങ്ങൾ അത് കണ്ടു. ഇത് മറ്റൊരാൾ കൂടി കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യും. ഒരു പക്ഷേ പുകമറയിൽ ശ്വാസം മുട്ടുന്ന ആർക്കെങ്കിലും ഒരു നിമിഷമെങ്കിലും പുറത്തു കിടക്കാൻ ഇത് സഹായിച്ചേക്കാം.